നമ്മുടെ ഓണസദ്യ. നമ്മുടെ ഓണസദ്യ അല്ലേ? 2.9 കിലോഗ്രാം ഉണ്ട്. ഇന്നൊരു മഴ ദിവസമാണ്. ബട്ട് മഴ ദിവസം മടി പിടിച്ച് വീട്ടിലിരിക്കാറാണ് പതിവ്. ബട്ട് ഇന്ന് ഞങ്ങൾ മടിയില്ലാണ്ട് കുടയൊക്കെ പിടിച്ച് പുറത്തോട്ടിറങ്ങി. ഇന്നൊന്ന് സിറ്റി സെൻറ്ററിൽ പോകണമെന്നുണ്ട്. സോ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ 1-2 കാണാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. സ്ഥലമല്ല, കുറച്ച് എന്താ പറയുക, സിറ്റി സെൻറ്ററിലുള്ള കുറച്ച് മ്യൂണിക് റെസിഡൻസ് എന്നൊക്കെ പറഞ്ഞ പാലസും അല്ല, ഒരു ടൗണിലുള്ള കുറച്ച് അട്രാക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, ഇവിടുത്തെ കുറച്ച് അട്രാക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ അട്രാക്ഷൻസൊക്കെ കാണണം എന്ന് വിചാരിച്ച് കുറേ നാളായിട്ട് ഇരിക്കുക. പക്ഷെ നടന്നിട്ടില്ല. നാട്ടിൽ നിന്നൊക്കെ ഓരോരുത്തരൊക്കെ വന്നിട്ട് ഈ പറയുന്ന പ്ലേസസിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് ഈ സ്ഥലം നമ്മളിവിടെ അടുത്താണല്ലോ, നമ്മളിതുവരെ പോയില്ലല്ലോ എന്ന്. അങ്ങനെ ഇന്നൊരു സ്ഥലത്ത് പോകാൻ പോവുകയാണ്. അവിടെ ഓപ്പൺ ആണോ എന്ന് പറയുന്നൊന്നും അറിയില്ല. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മിക്കപ്പോഴും ഇവിടെ പല സ്ഥലങ്ങളും ക്ലോസ്ഡും പല ടൈമിലൊക്കെ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. സ്കൂൾ വെക്കേഷൻ ആണല്ലോ. അപ്പോൾ എന്നാലും നമുക്ക് പോയി നോക്കാം. അയ്യോ, മഴ പെയ്യുന്നു. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് എത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. കുട എടുക്കുമായിരുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എനിക്ക് കുട കാരണം കാണാൻ പറ്റുന്നില്ല. പ്ലേസ് ഈസ് കോൾഡ് ഓഡിയോൺസ് ഫ്ലാറ്റ്സ്. ഇങ്ങനെ ട്രാം ഇറങ്ങിയിട്ട് വന്ന് കയറുമ്പോൾ. So, where are we going? We are going to the official residence of the royalty of Munich. So there. Right, welcome up on the kickstands. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ദ ഫേമസ് മ്യൂണിക് റെസിഡൻസിൽ പോവുകയാണ്. കുറേ നാളായിട്ട് അതിൻ്റെ അകത്തുള്ള ആ ഒരു ബ്യൂട്ടിയൊക്കെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചു. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം കിട്ടിയത്. അതുകൊണ്ട് നമുക്കതൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഇറ്റ്സ് വെരി ഫേമസ്. ഇരുന്നിരുന്നിരുന്ന് ഞങ്ങൾ ഇറങ്ങിയ ദിവസം ഭയങ്കര മഴ. നമ്മൾ മ്യൂണിക് റെസിഡൻസിൽ കയറാനായിട്ട് പോയതാണ്. അവിടെ വൻ ക്യൂ. ഇന്ന് ഭയങ്കര തിരക്ക്. ഇന്ന് മഴയും കൂടി ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡാണ്. വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്ക്. ഇത് വേറൊരു പ്ലേസാണ്. ഞങ്ങൾ നടന്ന് ഇപ്പുറത്തോട്ട് പോകാം. ഈ പ്ലേസിൻ്റെ പേര് മാക്സിമിലിയൻ സ്പാസയാണ്. ഇവിടെ ലൂയി വൂട്ടൻ്റെയൊക്കെ നല്ല ഒത്തിരി വലിയ ഷോറൂംസ്, ഒത്തിരി വലിയ ബ്രാൻഡിൻ്റെയൊക്കെ ഷോറൂംസൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് നെയിം കാണിച്ചു തരാം. സീ ദിസ് അക്രീസ്. അക്രീസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അക്രീസ് എന്താ അല്ലേ? എൻ്റെ കൂടെ വന്ന 2 പേരെ കാണുന്നില്ല. ഒന്ന് പോയി തപ്പിയിട്ട് വരാം. ചെറുതായിട്ട് മഴ പണി തന്നു. അടിപൊളി മഴ. സോ എല്ലായിടത്തും ഭയങ്കര തിരക്ക്. ഞങ്ങൾ നേരത്തെ ബുക്കൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇതിനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിറങ്ങിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ലൈറ്റായിട്ട് പ്ലാൻ മാറ്റി ഞങ്ങൾ കൊറിയൻ റെസ്റ്റോറൻറ്റിലോട്ട് പോകാമെന്ന് വെച്ചു. ബിക്കോസ് അന്നു വാണ്ട്സ് ടു ഹാവ് സംതിങ് കൊറിയൻ. സോ ഞങ്ങൾ ബിയർ ഹൗസ് എന്നുള്ള പ്ലാൻ അവിടെ തിരക്കും. പിന്നെ അനുവിൻ്റെ അഭ്യർത്ഥനയും പ്രകാരം ഞങ്ങൾ കൊറിയൻ ഷോപ്പ് തപ്പിയ ഒരെണ്ണം കണ്ടുപിടിച്ചു.
വൺ ഓഫ് അവർ ഫ്രണ്ട്സ് സജസ്റ്റഡ് ദിസ് പ്ലേസ്. സോ അവിടെ ഒന്ന് പോയി നോക്കാം. ഇനി അവിടെയും തിരക്കാണെങ്കിൽ എങ്ങോട്ട് പോകാമെന്ന് അറിയില്ല. തിരിച്ച് വീട്ടിൽ പോയി തിരിച്ച് വീട്ടിൽ പോയി കഞ്ഞിയും പയറും വെച്ച് കഴിക്കണം. അടിപൊളി ഏരിയയിലെ മഴയത്ത് കഞ്ഞിയും പയറും ചമ്മന്തിക്ക് തേങ്ങയില്ല. സോ കഞ്ഞിയും പയറും മാങ്ങയുണ്ട്. കഞ്ഞിയും ചമ്മന്തിയും കഴിക്കേണ്ടി വരും. സോ ലെറ്റ്സ് സീ എന്താവും. ഇനി കൊറിയൻ ചോറും ഫുള്ള് തിരക്കായിരിക്കും എന്നാണ് തോന്നുന്നത്. കറക്റ്റ് ലഞ്ച് ടൈമാണ്. 1:30 ആയി. നോക്കാം. ഭയങ്കര മഴ. You have something to say about this situation? No. Nothing. You are enjoying the rain. So, what about you? Are you enjoying the rain? No. Driving down the highway, window rolled down with the breeze in your hair. Talking about nothing, we don't even care how we look. Right there is right on the edge of a good thing. Right on the edge of a good thing. മറ്റേ പാർട്ടിക്ക് വന്നൊന്നുമല്ല, ഞങ്ങളൊരു കൊറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ഫൈനലി ഇവിടെ കുറച്ച് പ്ലേസസ് ഉണ്ടായിരുന്നു. ഇത് നല്ലതാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഇവിടെ പ്ലേസ് കിട്ടി. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളെന്തൊക്കെയാണ് ഓർഡർ ചെയ്തത് അത് വരുമ്പോൾ കാണിക്കാം. ബട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ബിബിംബാപ്പ് ചിക്കൻ, ദെൻ മാണ്ടു, ഒരു ബോൺലെസ് 9 പീസ് കൊറിയൻ ക്രിസ്പി ചിക്കൻ ആൻഡ് 1 pound dog. കുറേ ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നോക്കാം. And also something else for me, right? യാ Melon? ഇല്ലല്ല, അതൊക്കെ പുറത്തുനിന്ന്. ഐസ്ക്രീം ഒക്കെ പുറത്തുനിന്ന്. Okay. And I'm gonna use എൻ്റെ ഫേസ് ഹാഫ് ബ്ലൂ ഹാഫ് നോർമൽ കളറിലിരിക്കുക. ഇതിവിടുത്തെ ഈ ലൈറ്റ് കൊണ്ടിട്ടാണ്. മാണ്ടു, കൊറിയൻ ഫ്രൈഡ് ചിക്കൻ, അവർ കുഴപ്പമില്ല. ബർഗർ, ജിയോബാക്കി, ബിബിംബാപ്പ്, ജീബാപ്പ്, കിംബാപ്പ്, ജാപാച്ചെ, കിംചി ജിഗെ. I don't know all these names. They have golden lotus tea. ജിയോബാക്കി, They have golden lotus tea. ഗോൾഡൻ ലോട്ടസ് ടീ. ഈ ജനറേഷനെ വളർത്തണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പേരും പഠിക്കേണ്ടിയിരിക്കുന്നു. അമ്മ ടിയോബാക്കി വേണം. അമ്മ എന്താ മറ്റേ ബുങ്കിയോ പാങ് വേണം. ബുങ്കിയോ പാങ് എന്ന് പറയുന്നത് എന്തോ ഒരു ഫിഷിൻ്റെ ഷേപ്പിലുള്ള മൂൺ ബീൻസ് അകത്തുള്ള ഒരു സാധനമാണ്. ഇതൊക്കെ ഇവർക്ക് ഭയങ്കര നന്നായിട്ട് അറിയാം. എനിക്കിതൊന്നും അറിയില്ല. സോ ഈ ജനറേഷനെ വളർത്തണമെങ്കിൽ ഇതൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. Daddy, that burger has white bun. We ordered a lot. I also want to try the fried chicken. Ooh. Already there is a lot of sauce in it. I just want to do this. It's potato outside and it has a lot of salt. It has juicy sausage inside one. Wow, nice. ഇതാണ് മാണ്ടു. Can I try one mandu? Can I try? Yeah, you try. Keep that there. Right. The soy sauce, guys. Soy sauce. I love Be sauce. careful. Be careful. It's too hot. Good review ചെയ്യാൻ. ഒരു കൈ തന്നെ എന്തോ എടുത്തോണ്ട് പോയി. I'm gonna try the bibimbap. Chicken is good. It's a bit hot. പറയാൻ പറ്റുന്നില്ല. നല്ല ചൂടാണ്. പിന്നെ എൻ്റെ ടെക്സ്ചറൊക്കെ കുറച്ച് തണുത്താലേ മനസ്സിലാവും. ആണെങ്കിൽ അങ്ങനെ പോലെ ചെയ്യാം. Best place ever. I'm gonna go there again.
കൊള്ളാം, പക്ഷെ തണുത്ത് Can I പോയത്. have bite? I'm gonna try the Korean chicken. It's too much sauce. എങ്ങനെയുണ്ട്? കൊള്ളാം. ഭയങ്കര ചൂട്. ഇതിൽ നിന്ന് കുറച്ച് സോസ് എടുക്കാം. കുറച്ച് സോസും കൂടെ അവർ ആഡ് ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. That weird taste again. ആരും നിറഞ്ഞിനി എങ്ങനെ നടക്കുമെന്ന് മുതൽ ചോദിക്കരുത്. ഫുള്ള് നിറഞ്ഞൊരു വഴിയേ. Driving down the highway, window rolled down. Buy chocolate. Breeze in your Can I take one bite? Small. talking about അങ്ങനെ കഴിച്ചിട്ട് നടന്ന് ഞങ്ങൾ ഒരു ഇന്ത്യൻ സ്റ്റോറിലെത്തി. ഞങ്ങൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്റ്റോറാണത്. നമുക്ക് ഒരു 20-30 മിനിറ്റിൽ എത്താൻ പറ്റുന്നതാണത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊരു സാധനം കണ്ടു. ആ സാധനം ഞാൻ കാണിച്ചു തരാം. അത് വാങ്ങണം എന്നുണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും വന്നിട്ടുണ്ട്. ഉണ്ടാവും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. കാണിച്ചാൽ 3 പേർക്കുള്ള സദ്യ. നമ്മുടെ ഓണം സദ്യ നമ്മുടെ ഓണസദ്യ അല്ലേ? 2.9 കിലോഗ്രാം ഉണ്ട്. ഞങ്ങൾ മ്യൂണിക് റെസിഡൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. കൂടെ ഒരു ബിയർ ഹൗസ് കൂടെ വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. പക്ഷേ മ്യൂണിക് റെസിഡൻസ് ഭയങ്കര തിരക്കും മഴയും ഒക്കെ കാരണം കയറാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിയർ ഹൗസിൽ പോയി. അവിടെയും ഇതുപോലെ ഭയങ്കര തിരക്ക്, സീറ്റൊന്നുമില്ല. പിന്നെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് അന്നുവിന് കൊറിയനോ ജാപ്പനീസോ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഒരു കൊറിയൻ അവിടെ പോയി. അവിടെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അത് നടന്നു. അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ ജസ്റ്റ് ഇങ്ങനെ പുതിന, മല്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കയറിയപ്പോൾ അവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് സദ്യ കിട്ടി. സദ്യയുടെ ഒരു വലിയ പാക്കറ്റ്. അപ്പോൾ 3 പേർക്കുള്ള സദ്യ ഡിലൈറ്റിൻ്റെ. കഴിഞ്ഞ തവണ ഞങ്ങൾ ഓണത്തിന് ഇങ്ങനെ ബുക്ക് ചെയ്ത് നോക്കി. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇവിടെ വാങ്ങുന്നുണ്ട്. അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെ മെയിൻ. അല്ലാണ്ട് മടിയോ ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അങ്ങനെയൊന്നുമില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഇത്രയും കറി ഇവിടെ ഞങ്ങൾ ചേർന്ന് ഉണ്ടാക്കി വരുമ്പോഴേക്കും അതൊത്തിരി പണിയുമാണ്. പിന്നെ ഓൾറെഡി ഒരുപാട് സാധനങ്ങൾ നമ്മളിതുപോലെ ഇന്ത്യൻ സ്റ്റോറിൽ ചെന്ന് മേടിക്കണം. എല്ലാത്തിൻ്റെ ഇങ്ങനെ വാങ്ങി വരണം. സോ ഞങ്ങൾക്കിത് കുശാലാണ്. ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ടാക്കുന്നത്. റേറ്റിൻ്റെ മാത്രമല്ല, നമുക്ക് ടേസ്റ്റ് വൈസും ഇത് സൂപ്പറാണ് അല്ലേ? ഇനി അതൊരു അഭിപ്രായം? അടിപൊളിയല്ലേ? So excited. സോ അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ഒരു റാൻഡം ഡേ ആണ്. ഡേ ഔട്ട് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മാറിപ്പോയി. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ റാൻഡം വെക്കേഷൻ ഡേ ഇൻ മ്യൂണിക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.